എല്ലാവരും പറയുന്നുണ്ട് NHS കയറിയ നല്ലതാണ്, NHS കയറിയ നല്ലതാണ്. വന്നപ്പോ തൊട്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോണ്ടിരുന്നത്. അങ്ങനെ കുറെ ആപ്ലിക്കേഷൻ വെച്ചു. ട്രാക്കിൽ ഒരു 300 എബവ് ആപ്ലിക്കേഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ വഴി ജോബ് കിട്ടിക്കഴിയുമ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട്, മനസ്സിലായി. അപ്പം നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് അവരുമായിട്ട് നല്ല രീതിയിൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തന്നെ. പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ്. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ അവർക്ക് ഞാൻ പറഞ്ഞതൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവരെ നന്നായി ഇംപ്രസ് ചെയ്തെന്നാണ് പറഞ്ഞത്. PSW കുട്ടികളും പാർട്ട് ടൈം ജോബ് കിട്ടാനോ അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് റിജക്ഷൻസ് വന്നാലും വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ മോക്ക് കഴിഞ്ഞപ്പോ സാറിന്റെ ഫീഡ്ബാക്ക് കൂടെ കിട്ടിയപ്പോ ഒന്നുകൂടെ കോൺഫിഡന്റ് ആയി. കുറെ ആപ്ലിക്കേഷൻ വെച്ചു. ലാസ്റ്റ് എനിക്ക് ഇനി ഇത് കിട്ടില്ലേ, ഇനി എനിക്ക് ജോലി കിട്ടില്ലേ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരെ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. അപ്പോഴെന്റെ ഹസ്ബൻഡ് ഇല്ല ഇനിയും വെച്ചോണ്ടിരിക്കും, കിട്ടും, എനിക്ക് കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എനിക്ക് ഓഡിയോയിൽ കൂടെ പറയാൻ സാധിച്ചുള്ളൂ. അപ്പൊ എന്തായാലും അത്രയും ഹാർഡ് വർക്ക് ചെയ്തു, നല്ലൊരു സ്മാർട്ട് വർക്ക് ചെയ്തു. ഇവൻ എനിക്ക് നമ്മുടെ മോക്ക് ഇന്റർവ്യൂ സെഷൻ നടത്തിയ സമയത്ത് തന്നെ ഭയങ്കര സൂപ്പർ ആയിട്ട് കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ എന്ത് തോന്നും ഇപ്പം NHS ജോബ് കിട്ടി? അസ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഹാപ്പി ആണോ? ഫാമിലി? അതെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കുറെ ആപ്ലിക്കേഷൻ വെച്ചു. ലാസ്റ്റ് എനിക്ക് ഇനി ഇത് കിട്ടില്ലേ, ഇനി എനിക്ക് ജോലി കിട്ടില്ലേ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരെ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. അപ്പോഴെന്റെ ഹസ്ബൻഡ് ഇല്ല ഇനിയും വെച്ചോണ്ടിരിക്കും, കിട്ടും, എനിക്ക് കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെ, അങ്ങനെ ലാസ്റ്റ് ആണ് സാറിന്റെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം, നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അറിയണല്ലോ അതിന്. അതെ, അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ മെറ്റീരിയൽസും മോക്ക് സെഷൻ എല്ലാം അറ്റൻഡ് ചെയ്തു. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിൽ കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും പറ്റി, അതെ, അറിയാനും പറ്റി. ഞാൻ ഒരുപാട് സന്തോഷമാണ്. കാര്യം ഈ ഒരു വലിയൊരു ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ ഒരു ലൈഫിൽ ഉണ്ടാവുക, ആ ഒരു ജേർണിയിൽ എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ ടീമിനോ പാർട്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അസ്മാൻ. നിങ്ങളുടെ സക്സസ് കേൾക്കുമ്പോഴാണ് ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ഒരുപാട് ഇൻസ്പിറേഷൻ ആവും, മനസ്സിലായോ? ഓക്കെ, 300 ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഓക്കെ, ആപ്ലിക്കേഷന്റെ 3 മണിക്കൂർ വെറുതെ ഒരു ആവറേജ് ടൈം കൂട്ടിക്കോ. ഓക്കെ, 300 ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എത്ര സമയമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊന്നും വേസ്റ്റ് ആയില്ല, അതിനെല്ലാത്തിനും റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്, അല്ലെ? അതെ, ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ലണ്ടനിലാണ്. അപ്പൊ ആദ്യം ലണ്ടനിന്റെ ഉള്ളിലുള്ളത് നോക്കി, പിന്നെ ലാസ്റ്റ് ഒന്നും വരുന്നില്ല എന്നായപ്പോ പിന്നെ ലണ്ടന് പുറത്തുള്ളതും ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഏതെങ്കിലും ഒന്ന് ഒരു എൻട്രി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായി ലാസ്റ്റ്. നമ്മളൊന്ന് കയറി പറ്റുക, പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യാം. പ്ലസ് അവിടെ ഇരുന്ന് തന്നെ നമ്മൾ മാക്സിമം നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. കൂടുതൽ ആൾക്കാരായിട്ട് നമ്മൾ പരിചയപ്പെടുക, ഒന്ന് ഇടിച്ചു കയറി പരിചയപ്പെടുക, ആൾക്കാരുമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ റോളിലുള്ള കൂടുതൽ ഹയർ പൊസിഷനിലുള്ള ആൾക്കാരെ നമ്മൾ കാണുക, മീറ്റ് ചെയ്യുക. നമ്മുടെ ഡേ ഓഫ് ആണെങ്കിൽ അവരെ പോയി ഒന്ന് കാണുക, അവരുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടോ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക, മനസ്സിലാവും. നമ്മുടെ സീനിയർ ടീം മെമ്പേഴ്സുമായിട്ട് സംസാരിക്കുക. അവിടെ ഒരുപാട് ഡിഫറെന്റ് റോൾസ് ഒക്കെ കാണും പല കാര്യങ്ങളിൽ. അതുമായിട്ടൊക്കെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പറ്റുന്ന മീറ്റിങ്ങുകൾക്കും ട്രെയിനിങ്ങുകൾക്കും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നമ്മളൊരു ഇനിഷ്യേറ്റീവ്നെസ് കാണിക്കുക ആദ്യമേ, മനസ്സിലായോ? അപ്പൊ ആദ്യമേ നമ്മൾ ഭയങ്കര പ്രൊആക്റ്റീവ് ആണെന്ന് തോന്നുമ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് അവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അവര്. അങ്ങനെയാണ് ആ ഒരു കൾച്ചറിലാണ് കൊണ്ടുപോണ കാര്യങ്ങളൊക്കെ. എന്തുണ്ടെങ്കിലും ചോദിക്കുക, എല്ലാ കാര്യങ്ങളും. ഒന്നും നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യം ചെയ്യാതെ മാക്സിമം അവർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നോക്കുക. പിന്നെ അറിഞ്ഞുകൂടാത്ത കാര്യം അറിഞ്ഞുകൂടെന്ന് തന്നെ പറയുക. എന്തായാലും എല്ലാം ആ ഒരു പ്രോപ്പർ വേയിൽ നമ്മൾ പോവുകയാണെങ്കിൽ മാക്സിമം നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും. നമ്മൾ വിചാരിക്കുന്നിടത്ത് നമുക്ക് എത്താനും പറ്റും. എന്തായാലും അതെ, കുറെ നാളായിട്ട് NHS കയറാൻ വേണ്ടിട്ട് കുറെ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അതില് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അവര് വിളിച്ചു, അവര് ഹാപ്പിയാണ്, ഞാൻ നന്നായി പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പൊസിഷൻ കിട്ടി, NHS എൻട്രി കിട്ടി. ഇനി ബാക്കിയുള്ളത് നോക്കണം അല്ലെ? അപ്പൊ എന്തായിരുന്നു അസ്മയുടെ ഒരു കൺസെപ്റ്റ്? ഇപ്പൊ കുറെ നാൾ ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ജോബ്, അല്ലെ? ഇപ്പൊ ഒരു നോൺ പേഷ്യന്റ് ഫേസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ തന്നെയാണ്, പക്ഷെ സ്റ്റിൽ ഒരു നോൺ പേഷ്യന്റ് ഫേസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മെയിൻ ആയിട്ട്, അല്ലെ? ഒരുപാട് പേര് ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്ക് PSW കുട്ടികളും പാർട്ട് ടൈം ജോബ് കിട്ടാനോ അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ആർക്കും തന്നെ ഒരു മാക്സിമം സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. കൂടുതൽ റിജക്ഷൻ വരികയാണ്, ഇന്റർവ്യൂവിന് പോകുന്നു, ഇന്റർവ്യൂവിന് സെലക്ടഡ് ആവുന്നില്ല, അവിടെയും കുറെ ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നു. അപ്പം അസ്മ ഇപ്പൊ നമ്മുടെ സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ അസ്മയ്ക്ക് എന്ത് തോന്നി? അതിന് മുന്നേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു ഒരു ഫീഡ്ബാക്ക് അസ്മയ്ക്ക് പറയാനുള്ളത്? ഞാന് ഇവിടെ ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണ് വന്നത്. അന്ന് തൊട്ടേ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ്. ട്രാക്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ തുടങ്ങി, പിന്നെ ഇന്ത്യയുടെ വഴി കുറെ അപ്ലൈ ചെയ്തു. പിന്നെ NHS വേറൊരു സൈറ്റ് ഉണ്ടല്ലോ, അതിൽ ത്രൂ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി.
പക്ഷെ ഒരു 10-20 അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 1-2 ഇന്റർവ്യൂസ് കിട്ടും. ആ ഇന്റർവ്യൂസ് പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഫെയിലാണ്. പിറ്റേ ദിവസം അവര് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവര് മെയിൽ അയക്കും. പിന്നെ ഫീഡ്ബാക്കും കാര്യങ്ങളൊന്നും അങ്ങനെ പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിലതിന്റെ ഫീഡ്ബാക്ക് NHS എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഞാൻ പറയുന്ന വേ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് എന്റെ ഹസ്ബൻഡ് ആണ് പറഞ്ഞത്. നിങ്ങളുടെ മറ്റേ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഹസ്ബൻഡ് ആണ് എന്നോട് പറഞ്ഞത്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമ്മൾ പറയുന്നത് കറക്റ്റ് ആണോ എന്താണോന്ന് ജസ്റ്റ് ഒന്ന് അറിയാലോ. അതെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അങ്ങനെ ജോയിൻ ചെയ്തു. മോക്ക് മറ്റേ മെറ്റീരിയൽസ് കിട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോ മോക്ക് സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തു. അതിനു മുന്നേ നമ്മുടെ ഒരു നമ്മുടെ റെക്കോർഡ് സെഷൻസിന്റെ ഒരു ആക്സസ് അസ്മിക്ക് തന്നിട്ടുണ്ട്. അതെ റെക്കോർഡ് സെഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനിക്ക് ഒരു 1.5 മണിക്കൂറിന്റെ വീഡിയോ ആണ് അല്ലെ, ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴോ മെറ്റീരിയൽസ് ആക്സസ് ചെയ്തപ്പോഴോ അസ്മ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി, ഇങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് കാര്യങ്ങളൊക്കെ? ഞാൻ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ചില കീവേഡ്സ് അതില് കുറച്ച് NHS റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് അവർക്ക് എന്താണോ വേണ്ടത് അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് മാനേജ് അതിൽ എത്തുന്നില്ലായിരുന്നു. പിന്നെ ചിലര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പക്ഷെ ആ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആൻസർ പറഞ്ഞു വരുമ്പോ ലാസ്റ്റ് നമ്മൾ അതിന്ന് മാറിപ്പോകുന്നു, ആൻസർ മാറിപ്പോകുന്നു എന്ന് പറയുന്നത്. അതെ, അപ്പൊ അങ്ങനെ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കുറെ കീവേഡ്സ് ഒക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഞാൻ അത് വെച്ചാണ് ഞാൻ മോക്ക് സെഷന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്തത്. അത് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ മോക്ക് ഇന്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ മെറ്റീരിയൽസും വീഡിയോസും അതെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അത് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. അതെ, അപ്പൊ ഏകദേശം ഒന്ന് കോൺഫിഡന്റ് ആയി മോക്കിന് മുന്നേ എന്തായാലും. അതെ കോൺഫിഡന്റ്. പിന്നെ മോക്ക് കഴിഞ്ഞപ്പോ സാറിന്റെ ഫീഡ്ബാക്ക് കൂടെ കിട്ടിയപ്പോ ഒന്നുകൂടെ കോൺഫിഡന്റ് ആയി. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? നെർവസ് ആയിരുന്നു ആദ്യം അറ്റൻഡ് ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ? അതെ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് നെർവസ് ആയിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയപ്പോ പിന്നെ ഓക്കെ ആയിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്കും കുറച്ച് നന്നായിട്ട് ഇങ്ങനെ പറയാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫീഡ്ബാക്ക്, ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ഞാൻ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അതെ അപ്പൊ അത് അസ്മിക്ക് ആ ഫീഡ്ബാക്ക് കേട്ടിട്ട് അടുത്തൊരു 3ാമത്തെ ക്വസ്റ്റ്യനിലോട്ടോ 4ാമത്തിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതായിട്ട് തോന്നിയായിരുന്നു? അതെ, കുറച്ചുകൂടെ പറ്റുന്നുണ്ടായി. കുറച്ചുകൂടെ പോയിന്റ്സും കുറച്ചുകൂടെ നന്നായിട്ട് പറയാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. എന്റെ നെക്സ്റ്റ് അടുത്ത ദിവസം തന്നെയായിരുന്നു ഇന്റർവ്യൂ വന്നിരുന്നത് അല്ലേ? അതെ, അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ എന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷനും, അസ്മയ്ക്ക് തന്നെ അറിയായിരിക്കും. അപ്പോ ഈ നമ്മുടെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നോൺ പേഷ്യന്റ് ഫേസിംഗ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് കുറെ ഡൗട്ട്സുകളുണ്ട്, കുറെ മിസ്കൺസെപ്ഷൻസ്. എങ്ങനെ ജോലിയിലോട്ട് പോവാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇത്രയൊക്കെ ഉള്ളോ, ഇങ്ങനെ പഠിച്ചാൽ മതിയോ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണ്ടേ, അല്ലെങ്കിൽ സപ്പോർട്ടിങ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലായോ? അപ്പം കുറെ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട്. അപ്പം ഒരു ലൈക്ക് കൈൻഡ് ഓഫ് കുറെ നെഗറ്റീവ്, എല്ലാരും ഹെൽപ്പ് ചെയ്യില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അതോ അസ്മയ്ക്ക് നല്ല പരിചയം കാണും. കൂടെ അടുത്തുള്ളവർ ഇതെല്ലാം ചിലപ്പോ എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മളൊന്നും അറിയത്ത് പോലും ഇല്ല. മനസ്സിലായി? അപ്പൊ നമ്മൾ പല സിറ്റുവേഷനിൽ കൂടെ പോകും കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആകെയുള്ള ഒരു എയിം എന്ന് പറയുന്നത് ഓക്കെ, കുറച്ച് കുട്ടികൾ ഇതേപോലെ നിങ്ങൾ സക്സസ്ഫുൾ ആയി ജോബിന് കയറി കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അറ്റ്ലീസ്റ്റ് കാണുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ലൊരു ബിഗ് കമ്മ്യൂണിറ്റി ഉണ്ട് PSWയിലുള്ള പിള്ളേരും. അപ്പം അറിയായിരിക്കുമല്ലോ ഒരുപാട് പേര് സ്റ്റുഡന്റ് വിസയിലുള്ളതും അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസയിലും ഒക്കെയാണ്. അപ്പൊ അവരെല്ലാം സ്ട്രഗ്ലിംഗ് ആണ് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഈ സമയം. എങ്ങനെയുണ്ട് ജോലി കാര്യങ്ങളൊക്കെ? ജോലി ഇപ്പോ ഈ കഴിഞ്ഞ വീക്ക് മൺഡേ ടു ഫ്രൈഡേ ആയിരുന്നു, 9 to 5 ട്രെയിനിങ് ആയിരുന്നു. കുഴപ്പമില്ല. ജോബ് കിട്ടിക്കഴിയുമ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. മനസ്സിലായി? അപ്പൊ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് അവരുമായിട്ട് നല്ല രീതിയിൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തന്നെ തോന്നും ഈ ഒരു സ്റ്റാഫിനെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിർത്തിയിരുന്നെങ്കിൽ അവർ മാക്സിമം അതിന് വേണ്ടിയിട്ട് അവരും കൂടെ വർക്ക് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. മനസ്സിലായോ? നമ്മളെ നിർത്താനൊക്കെ വേണ്ടി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക. പതിയെ നമുക്ക് ഒരു അപ്രൈസൽസ് ഒക്കെ വരും, നമുക്ക് 1-to-1 മീറ്റിംഗ്സും വെൽബീയിങ് ചെക്കപ്പ് ആയിരിക്കും. ആ ചെക്സിന്റെ ഒക്കെ സമയത്ത് പറയാം എന്റെ കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന റോളിലോട്ട് എനിക്ക് മാറാനും താല്പര്യമുണ്ട്. ഓക്കെ, ഹയർ ഗ്രേഡിലോട്ട് എനിക്ക് അപ്ഗ്രേഡ്, ഇപ്പൊ കോർഡറിന്റെ തന്നെ പല ലെവൽസ് ഓഫ് അപ്ഗ്രേഡേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ എനിക്ക് മാറാൻ താല്പര്യമുണ്ട്. അപ്പൊ അവരനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഗൈഡ് ചെയ്യും ഓരോ കാര്യങ്ങളും, നെസസറി ആയിട്ടുള്ള ട്രെയിനിങ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം കിട്ടുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ NHS കയറുക എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനി ഉള്ള ആപ്ലിക്കേഷൻസിലാണെങ്കിലും പുതിയ ജോബ്സിനാണെങ്കിലും ഒക്കെ തുറന്നു വരുന്ന ഒരു ഡോർ ഓപ്പണിംഗ് ആണ് ഈ ഒരു ചാൻസ് എന്ന് പറയുന്നത്.
അതെ, അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ അവർക്ക് ഞാൻ പറഞ്ഞതൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവരെ നന്നായി ഇംപ്രസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. സിമിലർ അതെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് യസ്മിക്ക് വന്നോ? എല്ലാം കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിച്ചപ്പോ? അതെ ഇന്റർവ്യൂ ഏകദേശം സിമ്പിൾ ആയിരുന്നു. ഇന്റർവ്യൂ നോർമൽ, അധികം സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്റർവ്യൂ സിമ്പിൾ ആയിരുന്നു. എനിക്ക് നന്നായിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് പറയാനും പറ്റി. സംസാരിക്കാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്ക്. അതും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതൊക്കെ കൊണ്ട് അവർ ഭയങ്കര ഇംപ്രസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അവർ തന്നോ? ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് തന്നോ? അതെ, വിസിറ്റ് തന്നിരുന്നു. വെരി ഗുഡ്. അപ്പൊ അവര് കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു മൊത്തത്തില്? കാണിക്ക ചെയ്തു. അതെ, ഓൾറെഡി എനിക്ക് 9 മണിക്കായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. എനിക്ക് മുന്നേ ഒരു 8:45 വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് ലേറ്റ് ആയിട്ടാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവർക്ക് വേറെ കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അവരെനിക്ക് ആ വിസിറ്റിന് അവര് ഓക്കെ ആയിരുന്നു. അതാണ്. അപ്പൊ നമ്മൾ പറയുന്ന രീതിയാണ് ഓരോ കാര്യങ്ങൾ. എന്തായാലും പല രീതിയിൽ ഇപ്പൊ നമ്മൾ നേരത്തെ എത്തിയിട്ട് നമ്മൾ റിസപ്ഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മളൊന്ന് പുറത്തോട്ട് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അവർക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ അവരുടെ ഒരു ടീമുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു അവർക്ക് കാര്യം. നെക്സ്റ്റ് ഡേ തൊട്ട് അവരുമായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അവർ ഉറപ്പ് വരുത്തുന്നത് എന്താ? നിങ്ങൾ ഒരിക്കലും അവർക്കൊരു ഹെഡ് ഏക്കായി മാറില്ല. അതേസമയം പേഷ്യന്റ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും അവരുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വർക്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് നല്ലൊരു ഔട്ട്കം നിങ്ങൾ കൊടുക്കുന്നു ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവര് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നോക്കില്ല. നന്നായിട്ട് ആര് പെർഫോം ചെയ്ത് അവരെ ആയിരിക്കും എടുക്കുക. അതിന് എക്സാമ്പിൾ അസ്മയ്ക്ക് ഇപ്പൊ ഈ ഒരു ജോബ് കിട്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ബാക്കി ഉള്ള കാര്യങ്ങൾ അതിനുശേഷം എങ്ങനെയാണ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ? പെട്ടെന്ന് തന്നെ ജോബിന്റെ കാര്യങ്ങളിലോട്ടൊക്കെ പോയോ? പിന്നെ എല്ലാം പെട്ടെന്ന് പിന്നെ റെഫറൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ട്രാക്കില് ആപ്ലിക്കേഷൻസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് മെയിൻ ആയിട്ട്. ഓക്കെ, ഇപ്പം സെഷൻസ് എടുത്ത പോലെ തന്നെ ഒരുപാട് പേര് ഈ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരാറുണ്ട്. അപ്പൊ അവരുടെ എല്ലാ കൺസെപ്റ്റില് അവർ ഒന്ന് കൊടുക്കുന്നു, മൊബൈലിൽ കൊടുക്കുന്നു. ഓക്കെ, മൊബൈലിൽ കൊടുക്കുന്നവരുണ്ട്, ലാപ്ടോപ്പിൽ കൊടുക്കുന്നവരുണ്ട്. കൊടുക്കുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഒക്കെ എന്തെങ്കിലും 2-3 പോയിന്റുകൾ കൊടുക്കുന്നു. ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഒന്നിന്റെ റിസൾട്ട് കിട്ടിയിട്ട് അടുത്തത് എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ചിലപ്പോൾ ഒരു 10 എണ്ണം കൊടുത്തു കഴിയും, അതിനകത്ത് ഒന്നും വരാതിരിക്കുമ്പോൾ പിന്നെ മടുക്കും, കൊടുക്കാതിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതില് അസ്മ ഒരുപാട് കൊടുത്തു. അപ്പൊ എങ്ങനെയായിരുന്നു അതിനകത്ത് ഉള്ള ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഇവിടെ വന്നിട്ട് ട്രാക്കിൽ ഒരു 300 എബവ് ആപ്ലിക്കേഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ വഴി അതും അതേപോലെ ഏകദേശം സെയിം ആയിട്ട് ഞാൻ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ കുറെ റിജക്ഷൻ വരുമ്പോൾ ഞാൻ വീണ്ടും കൂടുതൽ അപ്ലൈ ചെയ്യും. അതിൽ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ നോക്കുമ്പോൾ അവരതിൽ പേഴ്സണൽ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അപ്പൊ നോർമൽ NHS എക്സ്പീരിയൻസ് വേണം, മാൻഡറ്ററി ആയിട്ട് വേണം എന്ന് പറയുന്നൊന്നും എടുക്കില്ല. അപ്പോ അവരുടെ പേഴ്സണൽ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ അതിൽ ഞാൻ അതിലെല്ലാം എനിക്ക് ഉണ്ട് എക്സ്പീരിയൻസ് അതിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ വെച്ചോണ്ടിരുന്നത്. അപ്പം അതും അനുസരിച്ച് കാര്യങ്ങൾ കൊടുത്തു, ടയർലെസ് ആയിട്ട് വീണ്ടും കൊടുത്തോണ്ടിരുന്നു. അല്ലാതെ കുറെ റിജക്ഷൻസ് വന്നു. ഡെയിലി അപ്ലൈ ചെയ്യുമായിരുന്നു. അതെ, റിജക്ഷൻസ് വന്നാലും വീണ്ടും അപ്ലൈ ചെയ്തോണ്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ മടുത്തിരുന്നിട്ടൊന്നുമില്ല. പിന്നെ എന്റെ ഹസ്ബൻഡും കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ വെക്കാനും അതിനൊക്കെ. മൊബൈലാണോ ചെയ്തത്? ലാപ്ടോപ്പ്? അല്ല, ലാപ്ടോപ്പിൽ തന്നെയാണ് ചെയ്തത്. മൊബൈൽ യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ലാപ്ടോപ്പിൽ തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ഒന്നിനു വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ആ ജോബിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം നോക്കി അതിന് എന്തുകൊണ്ട് ഇയാളെ എടുക്കണം, അസ്മേനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിക്ക് തന്നെയല്ലേ ആപ്ലിക്കേഷൻ കൊടുത്തോണ്ടിരുന്നത്? അതെ, അങ്ങനെ തന്നെയായിരുന്നു. അവര് പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും എനിക്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തോണ്ടിരുന്നത്. റിവ്യൂ ചെയ്ത സമയത്താണെങ്കിൽ എനിക്ക് അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം എക്സാക്ട് എന്താണ് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ, അത് കാര്യം ഇന്റർവ്യൂവിന് മുന്നേ ആണെങ്കിലും ഞാൻ അതെല്ലാം അയക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ആയിട്ട്. കാര്യം നമ്മൾ ഒരു ഷോർട്ട് ലിസ്റ്റിംഗിലോട്ട് പോവാന്ന് പറയുന്ന കുറെ പ്രോസസ് ആണ് അല്ലെ? അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ NHS എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കാണും. ഞാനത് എല്ലായിടത്തും പറയണം. കാര്യം NHS എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഈ ജോബിന് കൊടുക്കും. അതിന്റെ കൂട്ടത്തിലാണ് ഒരു ഇത്തിരി പോലും NHS എക്സ്പീരിയൻസ് നമുക്ക് ഇല്ലാത്തത്. നില്ലാണ്, അവിടെ 0 ആണ് അല്ലെ? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള സംഭവമാണ്. പിന്നെ ഓരോ ഇന്റർവ്യൂസ് കഴിയുമ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്ന ഇന്റർവ്യൂവിന് നോക്കാൻ വേണ്ടിട്ട് മറന്നു പോകുമല്ലോ. അപ്പൊ ഞാൻ വേഗം അത് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ തന്നെ എഴുതി വെച്ച് എങ്ങനെയൊക്കെയാണ് പിന്നെ ആദ്യം ഫസ്റ്റ് ഞാൻ കോഡിംഗ് തന്നെയായിരുന്നു ആപ്ലിക്കേഷൻ ഇട്ടോണ്ടിരുന്നത്. കോഡിംഗ് മാത്രമേ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടോണ്ടിരുന്നുള്ളൂ. പിന്നെ മനസ്സിലായി കോഡിംഗ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എല്ലാത്തിലും കൂടെ അപ്ലൈ ചെയ്യണം എന്ന് മനസ്സിലായിട്ടാണ് ഞാൻ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും ഞാൻ പിന്നെ ആപ്ലിക്കേഷൻ വെച്ചു. അഡ്മിന്റെ എല്ലാത്തിലും ഞാൻ ആപ്ലിക്കേഷൻ വെച്ചു. പിന്നെ വെരി ഗുഡ്. കാര്യം നമ്മളിപ്പോ പ്രോആക്റ്റീവ് ആയിട്ടെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ അല്ലെ? കാര്യം ഇപ്പം കുട്ടികൾ ലൈക്ക് ഇപ്പം PSW ഉള്ളവരും അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിലുള്ളവരൊക്കെ ഇതേപോലെ ജോബ് ആപ്ലിക്കേഷൻ ആണ് ചോദിക്കും. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞ വെച്ചാൽ നിങ്ങൾ
ഫുൾ ടൈം ഓക്കെ, PSW ഉള്ളവർ ഫുൾ ടൈം നിങ്ങൾ നോക്കിക്കോ. പക്ഷെ അതിന്റെ കൂട്ടത്തില് പാർട്ട് ടൈം ഉള്ള ജോബ് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടാൻ എളുപ്പമാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ടൈം, ഇപ്പൊ ഒരു ഫിക്സഡ് ടേം ഒക്കെ ചോദിക്കും 6 മാസത്തേക്ക്. കാര്യം അവർക്ക് 2 വർഷം അവർക്ക് സ്റ്റേ ബാക്ക് ഉണ്ട് എന്തായാലും. അപ്പൊ 6 മാസത്തേക്കുള്ള ഒരു ഫിക്സഡ് ടേമിന്റെ ജോലി അവർ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് കിട്ടും. ബിക്കോസ് അവർക്ക് ഓൾറെഡി അത്രയും നാൾ നിൽക്കാനുള്ള ഒരു ഗ്യാരണ്ടി ഇവിടെ ഉണ്ട് എന്തായാലും. അപ്പൊ അവർക്ക് NHS സ്പോൺസർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ജോബ് ഓപ്പണിംഗ് കിട്ടി. എഗെയിൻ അസ്മയുടെ കേസിൽ ഇപ്പൊ ജോബ് ഓപ്പണിംഗ് കിട്ടി. ഇനി വരുന്ന ജോബിന് NHS കറന്റ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റിന് യെസ് എന്നുള്ള ഒരു ഓപ്ഷൻ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്, ഒരു NHS എൻട്രിക്ക് വേണ്ടിയിട്ട്. എല്ലാവരും പറയുന്നുണ്ട് NHS കയറിയ നല്ലതാണ്, NHS കയറിയ നല്ലതാണ്. വന്നപ്പോ തൊട്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോണ്ടിരുന്നത്. അങ്ങനെ കുറെ ആപ്ലിക്കേഷൻ വെച്ചു, ലാസ്റ്റ് ഇങ്ങനെ ഒരെണ്ണം കിട്ടി. ഇനിയിപ്പോ ആപ്ലിക്കേഷൻ ഇനിയും വെക്കണം. അതെ, ഉറപ്പായിട്ടും കെയർലെസ് ഇനിയും അത് വിടരുത്. അതിന്റെ കൂട്ടത്തിൽ ഇതൊരു പോസിറ്റീവ് പ്രചോദനമായിട്ട് എടുക്കുക എന്തായാലും. മാക്സിമം നമുക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അതിനനുസരിച്ച് കാര്യങ്ങൾ കൊടുക്കുക. എനിക്ക് ഇതിലേക്ക് എത്താൻ കൂടുതൽ ഹെൽപ്ഫുൾ ആയത് ആ മോക്ക് സെഷനും ആ മെറ്റീരിയൽസും. ഒരുപാട് സന്തോഷം അറിഞ്ഞതില്ലേ. അപ്പൊ അസ്മയ്ക്ക് എന്താണ് ഇപ്പം ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന, ഇതേപോലെ നമ്മുടെ നോൺ ക്ലിനിക്കൽ ഏരിയാസ് ഉണ്ട്, ക്ലിനിക്കൽ ഏരിയാസ്, ഇപ്പം മൾട്ടി ജോബ്സ് ഉണ്ട്, ക്ലിനിക്കൽ കോർഡർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോതെറാപ്പി, കുറെ പല 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 ഡിഫറെന്റ് ജോബ് ഇപ്പം എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പൊ ഈ ക്ലിനിക്കൽ ജോബ് ആണെങ്കിലും ശരി, കോർഡർ ജോബ് ആണെങ്കിലും ശരി, ഈ ഒരു ഇന്റർവ്യൂ സെഷൻസും കാര്യങ്ങളെല്ലാം അസ്മയ്ക്ക് യൂസ്ഫുൾ ആയിരുന്നോ? അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അതെ, ഇതെല്ലാം എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്നതിൽ കുറച്ച് ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായിരുന്നു. കുറച്ച് കീവേഡ്സ് അതാണ് ശരിക്കും ഈ ഇന്റർവ്യൂവേഴ്സിന് അതായിരുന്നു അവർക്ക് അതാണ് കേൾക്കേണ്ടത്. നമ്മൾ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആൾക്ക് നമ്മുടെ വായന കേൾക്കേണ്ടത് ചിലപ്പോൾ ചെറിയ വല്ല കീവേഡ്സ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ അവർക്കത് വേറെ ഇനി ഒരാള് അത് പറഞ്ഞാൽ അയാളെ എടുക്കും. അപ്പൊ ചെറിയ ചെറിയ കീവേഡ്സ് ആയിരിക്കും, പക്ഷെ അത് നമ്മള് പറയണം എന്നുള്ളതാണ് മെയിൻ. അതെ, നമ്മള് പറയണം എന്നുള്ളതാണ്. അതെ, അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഡെയിലി നമ്മൾ സംസാരിക്കുന്ന കാര്യമല്ലല്ലോ എന്തായാലും, അല്ലെ? അതെ അതെ, നമ്മൾ ഡെയിലി സംസാരിക്കാത്ത കാര്യങ്ങളാണ്. അതെ, കംപ്ലീറ്റ്ലി നമ്മുടെ പ്രീവിയസ് വർക്ക് എന്തായിരുന്നു അതിലൊന്നും നമ്മൾ ഈ കാര്യങ്ങളൊന്നും പറയുന്നുമില്ല, ചെയ്യുന്നുമില്ല എന്തായാലും. അതെ, ഇത് നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലോ, അത് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഗ്രൂപ്പിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ പോളിസീസ് എന്താ, അല്ലെ, അവിടെ പ്രോട്ടോകോൾസ് എന്താ, ഗൈഡ് ലൈൻസ് എന്താ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴും ഓരോന്നിനും നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടെ അവിടെ വരുന്നുണ്ട്, അല്ലെ? എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പൊ ആ ഒരു പോയിന്റുകളും കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി അവർ കേട്ട് കഴിയുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും, അല്ലെ? അതെ, നമ്മൾ ഓരോ വേർഡ്സ് പറയുമ്പോഴും നമുക്ക് ഇതിനെ പറ്റി അറിയാം, അവർക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീല് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എനിവേ എന്തായാലും ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ സന്തോഷമായിരുന്നു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ കഴിഞ്ഞപ്പോ കിട്ടും എന്നൊക്കെ? കിട്ടി. ഒരു പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറയുമായിരുന്നു. NHS എൻട്രി കിട്ടിയതിൽ എല്ലാരും ഹാപ്പിയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിന് എനിക്ക് നോക്കണം. ഇനിയും അതുകൊണ്ട് വെയിറ്റ് ചെയ്യരുത്, വീണ്ടും ആപ്ലിക്കേഷൻസ് കൊടുക്കുക, നമ്മുടെ കരിയർ പ്രോഗ്രഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും. എനിവേ ബാക്കി ഉള്ള കാര്യത്തിന് എല്ലാത്തിനും ബെസ്റ്റ് വിഷസ്. ആൻഡ് അഗെയിൻ ഒന്നും കൂടി കൺഗ്രാറ്റുലേഷൻസ്. ജോബ് കാര്യം ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഹാർഡ് വർക്ക് മാത്രം ഒരു സ്മാർട്ട് വർക്കും കൂടെ വേണം, അല്ലെ? അപ്പൊ എന്തായാലും സന്തോഷം അസ്മ സമയം കണ്ടെത്തിയതിലും ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞതിലും. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് അസ്മേനെ പോലെ തന്നെ ഇൻസ്പയറിംഗ് ആയിട്ട് ക്ലിനിക്കൽ കോർഡർ ജോബ്സിലോട്ടോ അല്ലെങ്കിൽ അഡ്മിൻ ജോബ്സിലോട്ടോ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ എന്തായാലും. എന്തായാലും താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും ടേക്ക് കെയർ അസ്മ. കേട്ടോ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.